അപ്പൊ നമ്മള് ഇന്നത്തെ നമ്മളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹൈദരാബാദിൽ നിന്നാണ്. ഇത് കാണുമ്പോൾ എല്ലാവർക്കും തിരി നമ്മൾ എവിടെയുള്ളതെന്ന്. നമ്മളിപ്പോ ഉള്ളത് ചാർമിനാറിന്റെ മുന്നിലാണ്. നമ്മളെ ഹൈദരാബാദ് ട്രിപ്പ് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നല്ല ക്രൗഡാണ്, ഹെവി ക്രൗഡാണ്. നമ്മൾ ഏകദേശം 4 ദിവസത്തെ ട്രിപ്പാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം, നമ്മൾ എവിടേക്കാ പോയെന്ന് കാണിച്ചു തരാം. ഓക്കെ, ബാ. അപ്പൊ നമ്മൾ രാവിലെ 6 മണി ടൈമിൽ തന്നെ കച്ചഗുഡ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടുന്ന് നേരെ നമ്മൾ ക്യാബ് എടുത്ത് നമ്മളെ റൂമിലേക്ക് പോകുന്നതാണ്. ഹൈദരാബാദിലേക്ക് വരുന്നവർ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു സ്റ്റേഷനാണ് ഈ കച്ചഗുഡ. പിന്നെ സെക്കന്ദരാബാദ് വേറൊരു സ്റ്റേഷനും കൂടി ഉണ്ട്. അങ്ങനെ നമ്മൾ റൂമിലേക്ക് എത്തി ഫ്രഷ് ആയി നമ്മൾ ആദ്യത്തെ സ്പോട്ടിൽ വന്നിട്ടുണ്ട്. ഇത് ഹൈദരാബാദ് ഒരു ഫേമസ് ചോക്ലേറ്റിന്റെ ഒരു സ്പോട്ടാണ്, മനം ചോക്ലേറ്റ്സ്. അത്യാവശ്യം വൈറലാണ്, പല വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ കാര്യങ്ങൾ വെച്ചാൽ നമുക്ക് ലൈവായിട്ട് കാണാം ഇവരുടെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ തരുന്നുണ്ട്. ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടും പറ്റിയൊരു സ്പോട്ടാണ്. കുറേ വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. പിന്നെ ചോക്ലേറ്റ് മാത്രമല്ല, അതല്ലാതെ ഇവിടെ ബേക്കിങ്ങും കൂടി ഉണ്ട്. കാരണം ബേക്കിങ്ങിന്റെ കുറെ ഐറ്റംസും അതുപോലെ പേസ്ട്രീസും കേക്കുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ എല്ലാം ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസിന്റെ അപ്പുറത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വൈറ്റ് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് ഇവരുടെ വർക്ക് ചെയ്യുന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഈ ചോക്ലേറ്റ് എവിടുന്ന്, ഈ കൊക്കോ അതിൽ നിന്നാണല്ലോ ഇത് എടുക്കുന്നത്, അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ താഴെ ഒരു കഫ്റ്റീരിയ യൂണിറ്റ് പോലെ ഉണ്ട്, അവിടെ പോയിരുന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. ഗസ്റ്റുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഓരോ യൂണിറ്റുകൾ ഇവരുടെ നെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. റോസ്റ്റിംഗ് യൂണിറ്റ്, അതല്ലാതെ സ്റ്റോക്ക് വെക്കുന്നത്, അതിന്റെ പ്രോസസ് എല്ലാം ഇവരിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എവിടെ എന്തൊക്കെയാ നടക്കുന്നത് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ ഏർലി മോർണിംഗ് തന്നെ എത്തി. ഷോപ്പ് തുറക്കുമ്പോൾ തന്നെ നമ്മളിവിടെ എത്തിയിരുന്നു. കാരണം നമ്മുടെ റൂമിന്റെ തൊട്ടടുത്തായിരുന്നു, അതായത് ബഞ്ചാര ഹിൽസിലാണ് ഇത് വരുന്നത് ഈ ഷോപ്പ്. അപ്പൊ അവരിവിടെ ചോക്ലേറ്റ് സാമ്പിൾസ് ഒക്കെ എടുത്തു വെച്ചപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ച് കുറച്ച് വെറൈറ്റീസ് അവരോട് എടുത്തു വെച്ചിട്ടുണ്ട്. ചോക്ലേറ്റിന്റെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലോണം ഇഷ്ടപ്പെടും. കാരണം എനിക്കൊന്നും അത്ര ഇതായില്ല, കാരണം അത് ചോക്ലേറ്റിന് ഒരു കയപ്പുണ്ടല്ലോ, അതുണ്ടായിരുന്നു. അത് പല വെറൈറ്റീസിനും പല ടേസ്റ്റുകളാണ്. അപ്പൊ ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഒരു അടിപൊളി സ്പോട്ടായിരിക്കും ഇത്. നമ്മൾ അതൊക്കെ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ വർക്കിന് ആളൊന്നും, ഞാൻ നേരത്തെ കാണിച്ച റോസ്റ്റിംഗ് റൂമിലെ അവിടുന്ന് അത് റോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു സ്റ്റാഫ്. അതുപോലെ തന്നെ ഇവരിവിടെ ഇതിന്റെ സ്റ്റെപ്പൊക്കെ വെച്ചിട്ടുണ്ട്, അതായത് ഇവര് കൊക്കോ കളക്ട് ചെയ്യുന്ന മുതലുള്ള സ്റ്റെപ്സുകൾ ഇവരുടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രാവിലെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് പോലെയൊക്കെ ഉണ്ട്. അത് അന്ന് മാത്രമുള്ളതാണോ ഡെയിലി ഇവർ ചെയ്യുന്നതാണോ എന്നറിയില്ല. അപ്പൊ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, അവര് ഇതിന്റെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് പറഞ്ഞു തന്നു. അപ്പൊ അതൊക്കെ കണ്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാണ് നമ്മുടെ പ്ലാന്. അപ്പൊ ചോക്ലേറ്റ് ഒക്കെ കഴിക്കാൻ താല്പര്യമുള്ളവർ എന്തായാലും പോയി വാങ്ങിക്കോ, അത്യാവശ്യം കോസ്റ്റ്ലി ആണ്. അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതാണ്. ഇപ്പൊ നമ്മള് അടുത്ത് വന്ന സ്പോട്ടാണ് പൈഗ ടോംസ്. ഒരു എന്താ പറയാ, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറെ ഇവിടെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് ഇതിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ. ഇനി അതല്ലാതെ സാധനം കാണാൻ ഇതാണ്. എൻ്റെ അറിവ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഈ എന്താ പറയാ, ശവകുടീരങ്ങളൊക്കെ ഉള്ള ഒരു ഇതാന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരുന്നത് അതൊക്കെ. അപ്പോ സംഭവം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. അതായത് പൈഗ കുടുംബം എന്ന് പറഞ്ഞ അങ്ങനെയുള്ള ഒരു കുടുംബാംഗങ്ങളുടെ ശവകുടീരങ്ങളാണ് ഇതിന്റെ അകത്ത് കംപ്ലീറ്റ് ഉള്ളത്. എനിക്ക് തോന്നുന്നു നമ്മൾ നേരിട്ട് ഇങ്ങനെ കാണുന്നതിനെക്കാട്ടി ഇതിന്റെ ഏറ്റവും അടിപൊളി വ്യൂ കിട്ടുക ഡ്രോൺ വ്യൂയിലാണ്. അങ്ങനെയുള്ള കുറച്ച് ഫോട്ടോസ് ഒക്കെ ഇവിടെ കണ്ടു. ഈ പൈഗ കുടുംബം എന്ന് പറഞ്ഞാൽ നിസാമികളുടെ ഭരണാധികാരികളും അവരുടെ പടത്തലവന്മാരും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ്. ഈ നിസാമികൾ എന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ നിസാം എന്ന് പറഞ്ഞാൽ ഹൈദരാബാദ് രാജ്യം ഭരിച്ച മുസ്ലിം ഭരണാധികാരികൾക്ക് നൽകിയ ഒരു പദവിയാണ് നിസാം എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ കൂടെയുള്ള ആൾക്കാരാണ് ഈ പൈഗ കുടുംബത്തിലെ അംഗങ്ങൾ, ഭരണാധികാരികളായിട്ടും അതുപോലെ പടത്തലവന്മാരും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ള ആൾക്കാരാണ് പൈഗ കുടുംബം. അവരുടെ ശവകുടീരങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ട് നിൽക്കുന്നതൊക്കെ. പിന്നെ ഇവിടെ സന്ദർശന സമയമുണ്ട്, രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഇതുണ്ടാവും. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം ഇത് ലീവ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഈ ഒരു പോയിന്റിലേക്ക് നിങ്ങൾ വരാൻ വേണ്ടിയിട്ട്. ശരിക്കും എത്രത്തോളം എല്ലാവർക്കും ഇത് അറിയുന്നില്ല, കാരണം നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ വേറെ ആരും ഉണ്ടായില്ല, നമ്മളെ ഒരു ടൂറിസ്റ്റുകളെ പോലെ ഉണ്ടായിട്ടുള്ളൂ, മറ്റാരും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്ത ക്യാബ്, അയാൾക്ക് ഈ സ്ഥലത്തിനെ കുറിച്ച് കാര്യമായിട്ടുള്ള അറിവില്ല. കാരണം ഇതിന് മുന്നിലെത്തിയിട്ടും അയാൾ ഇവിടെയാണോ ഡ്രോപ്പ് ലൊക്കേഷൻ ഇത് തന്നെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം അവിടത്തേക്ക് ഏകദേശം റോഡ് എൻഡായി. അപ്പൊ അയാളും കുറച്ച് കൺഫ്യൂസ്ഡ് ആയി. അപ്പൊ ഇതുപോലൊരു സ്ഥലം അവിടെയുള്ള ഒരു ഡ്രൈവർക്ക് അറിയില്ല എന്നുള്ളത് നമ്മളും ജസ്റ്റ് ഒന്ന് അതിശയപ്പെട്ടു, അതെന്തായിരിക്കും എന്നുള്ളത്. അപ്പൊ ഈ കൊത്തുപണിയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു സ്പോട്ട് ഇഷ്ടപ്പെടും. അതുപോലെ ഫോട്ടോഗ്രാഫറിന്റെ നല്ല കിഡിലും ഫോട്ടോസ് നിങ്ങൾക്ക് കിട്ടും. ഈ കാണുന്ന പലരും ചെയ്തിട്ടുള്ളത് തന്നെ നല്ല മാർബിളിന്റെ വർക്കിലാണ്. അപ്പൊ നല്ലൊരു സ്പോട്ടാണ്, താല്പര്യമുള്ളവർ എന്തായാലും പോയി നോക്കുക. പിന്നെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നില്ല, അത് ഞാൻ ആദ്യം പറയുന്നത്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകുന്നതാണ് ഇനി.
സോ നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിൽ വന്നിട്ടുള്ളത് ചവാ മഹലാണ്. അപ്പോൾ അതിനു മുന്നേ നമുക്കൊന്ന് ഐസ്ക്രീം കഴിക്കാൻ. ഭയങ്കര ചൂടാണ്. അങ്ങനെ ഈ കാണുന്നതാണ് ചവാ മഹൽ. ശരിക്കും പറഞ്ഞാൽ ഈ ചവാ മഹൽ എന്നുള്ളൊരു മീനിങ് ഉണ്ട്. അതായത് 4 പാലസിന്റെ ഒരു ഗ്രൂപ്പ്, അതിനാണ് ഈ ചവാ മഹൽ എന്ന് പറയുന്നത്. കാരണം ഇവിടെ തന്നെ ഇതിന്റെ പുറകിലായിട്ട് 2ഉം 3ഉം ആയിട്ട് നമുക്ക് കാണാൻ, 3ഉം 4ഉം ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വേറെ വേറെ പാലസുകൾ. അപ്പൊ അങ്ങനെയാണ് ഈ 4എണ്ണത്തിന് കൂടിച്ചേരാൻ ചവാ മഹൽ എന്നുള്ള നെയിം പറയുന്നത്. അത് ഏതോ ഉറുദു വേർഡോ അങ്ങനെ എന്തോ ഒന്നാണ് ആ നെയിം വന്നിട്ടുള്ളത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിസാം എന്ന് പറഞ്ഞ പദവി, ആ ഭരണാധികാരികളുടെ അവരുടെ പാലസ് ആണ്. അവരുടെ എന്താ പറയാ ഭരണ കേന്ദ്രം, പാലസ് അങ്ങനെയൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്ന ആണ് ഈ ചവാ മഹൽ എന്ന് പറയുന്നത്. ചവാ മഹല്ല പാലസ് എന്നാണ് പറയുന്നത്. എനിക്കിതെല്ലാം കാണുമ്പോൾ ശരിക്കും തോന്നുന്നത് നമ്മളൊരു മൈസൂർ പാലസിലും വേറെ ഒരു വേർഷൻ, അതായത് നോർമലി കുറെ പാലസുകളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, അതുപോലെ മറ്റൊരു പാലസ്. പക്ഷെ കുറച്ച് അതിൻ്റെതായ ഡിഫറൻസുകൾ ഉണ്ടാവില്ല എല്ലാ പാലസിനും. പാലസ് മാത്രമല്ല, ഇവിടെ അവർ ഉപയോഗിച്ച വണ്ടികളെ കളക്ഷൻ ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ടൈമിങ്സ് വരുന്നത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. ഇതും അതുപോലെ വെള്ളിയാഴ്ച ലീവ് ആയിരിക്കും. അപ്പൊ അത് നിങ്ങൾ വരുന്ന സമയത്ത് കൺസിഡർ ചെയ്യണം. പിന്നെ ഇതിന് ടിക്കറ്റ് ഉണ്ട്. നേരത്തെ പോയ സ്ഥലത്ത് ടിക്കറ്റ് ഇല്ലായിരുന്നു. ഇതിന് 150 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത്. പിന്നെ അത് മാത്രമല്ല, ക്യാമറയ്ക്ക് നമ്മൾ പേ ചെയ്യണം. മൊബൈൽ ഫോണിന് അവിടെ ഉണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ ചോദിക്കണം, നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല, പറയാതിരുന്നാൽ മതി. പക്ഷെ അകത്ത് കയറി എല്ലാവരും മൊബൈൽ ഉപയോഗിച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ കണ്ടതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വണ്ടികളെ കളക്ഷൻ. പയാന മ്യൂസിയത്തിന്റെ അത്രയൊന്നുമില്ല, പക്ഷേ അത് പിന്നെ ഒരു മ്യൂസിയമാണ്. എന്നാൽ അവിടെ ഇല്ലാത്ത വളരെ റെയർ ആയിട്ടുള്ള കുറെ കളക്ഷൻ ഒക്കെ ഉണ്ടെന്ന് നമ്മുടെ ഫ്രണ്ട് പറഞ്ഞു. അങ്ങനെ കാറും വണ്ടികളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ ഇതിന്റെ അകത്തുള്ള അടുത്ത മഹലിന്റെ അടുത്തെത്തി. പക്ഷെ ഇത് ക്ലോസ്ഡ് ആണ്, അകത്ത് കയറാൻ പറ്റിയില്ല. അങ്ങനെ തന്നെയാന്ന് തോന്നുന്നു, എന്താണെന്നറിയില്ല. പിന്നെ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് എന്താ പറയാ, ചാർമിനാറിന്റെ ഏകദേശം അടുത്താണ്. പക്ഷെ ചാർമിനാറിന്റെ അടുത്തുനിന്ന് ഇവിടുന്ന് ചാർമിനാറിലേക്ക് നിങ്ങൾക്ക് ഷെയർ ഔട്ട് ഒക്കെ കിട്ടും. പിന്നെ ഇതിനടുത്ത് തന്നെ ഒരു ഹാളിന്റെ അകത്ത് പഴയ ഖുറാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് വീഡിയോസ് അലൗഡ് അല്ല. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ ഏകദേശം കണ്ടു. അപ്പൊ ഈ കാണുന്നതാണ് ചവാമലിന്റെ അടിപൊളി ഒരു വ്യൂ ആണിത്. നല്ല രസമുണ്ട്, നല്ല ഫോട്ടോസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് എടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇതിന്റെ മുന്നിൽ തന്നെ ചെറിയൊരു ഗാർഡൻ ഒക്കെ ഉണ്ട്, നല്ല നീറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇറങ്ങാൻ നിൽക്കുന്നതാണ്. ഇനി നമുക്ക് ആക്ച്വലി പറഞ്ഞാൽ എല്ലാവർക്കും വിശക്കുന്നുണ്ട്. അപ്പൊ ചാർമിനാറിന്റെ അടുത്ത് പോയിട്ട് ശതാബ് ബിരിയാണി കഴിക്കണം എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാന്. നമ്മൾ പിന്നെ 4 പേരിലുകൊണ്ട് ഷെയർ ഓട്ടോ ഒന്നും എടുത്തില്ല, നമ്മളൊരു ക്യാബ് ബുക്ക് ചെയ്തു. നമ്മൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ചാർമിനാറിനോട് ചേർന്നിട്ടുള്ള ഒരു ടൗണിലൂടെയാണ്, ഒരു മാർക്കറ്റാണത്. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ട് വൈറലായ ഹൈദരാബാദിലെ മസ്റ്റ് ട്രൈ ബിരിയാണി സ്പോട്ടായ ശതാബിന്റെ മുന്നിൽ നമ്മളെ ക്യാബ് വന്ന് നിർത്തി. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് അവരെ നമ്മളെ കൊണ്ടേ ഇരുത്തിയത്. നമ്മൾ ഇവരുടെ നോർമൽ എൻട്രൻസ് വഴിയാണ് മുകളിലോട്ട് കയറിയത്. പക്ഷെ ഇതിന്റെ അകത്ത് നമ്മളെ പ്രീമിയം സീറ്റിംഗിലേക്ക് മാറ്റി. മുകളിൽ ഇരുന്നോന്ന് പറഞ്ഞിട്ട് അവിടെ എന്തോ സീറ്റ് അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു താഴെ. പക്ഷെ എന്ത് ചെയ്യാം, വീഡിയോ കണ്ട പോലെ നമുക്ക് അത്ര പ്രതീക്ഷ പോലെ നമുക്ക് തോന്നിയില്ല ബിരിയാണി. നമ്മളൊരു മട്ടനും അതുപോലെ തന്നെ ചിക്കനാണ് ഓർഡർ ചെയ്തത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിനും നല്ല ബിരിയാണി നമ്മൾ എന്താ പറയാ ബാംഗ്ലൂർ മാഗ്ന ബിരിയാണി കഴിച്ചിട്ടുണ്ട്. അത് ഹൈദരാബാദി ബിരിയാണിയാണ്. പക്ഷെ വീഡിയോസിൽ എന്തുകൊണ്ടെന്ന് അറിയില്ല, ഇനി ഇവരെ പ്രീമിയം സീറ്റിംഗിലേക്ക് എത്തുമ്പോൾ ബിരിയാണിയിൽ മാറ്റമുണ്ടോ അതും അറിയില്ല. പക്ഷെ റെസ്റ്റോറന്റ് പ്രീമിയം സീറ്റിംഗ് നല്ല നീറ്റും ക്ലീനും അങ്ങനെയൊക്കെയായിരുന്നു. അധികം ക്രൗഡൊന്നും ഇല്ലായിരുന്നു മുകളിൽ. താഴെ ആണെങ്കിൽ നല്ല ക്രൗഡും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇനി ചാർമിനാറിന് അടുത്തേക്ക് നടന്നിട്ടാണ് പോകുന്നത്. കാരണം ഇവിടുന്ന് അടുത്താണ് ചാർമിനാർ, വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ, ഒരു 1 കിലോമീറ്റർ അങ്ങനെയേ ഉള്ളൂ. അങ്ങനെ നമ്മളിപ്പോ ചാർമിനാറിന്റെ ഏറ്റവും ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി ലുക്കാണ്. ഇപ്പൊ നമ്മളൊരു വൈകുന്നേരം ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ അകത്ത് കയറാൻ കഴിയില്ല. വൈകുന്നേരം എന്ന് പറയുന്നത് ഒരു 5 മണി വരെ ഇതിന്റെ മേലെ നമുക്ക് കയറാൻ കഴിയും. ഹെവി ക്രൗഡാണ്. ഇതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ടെമ്പിൾ കാണുന്നുണ്ട്. ഹിന്ദു ടെമ്പിൾ ആണെന്ന് തോന്നുന്നു. അകത്ത് കയറാൻ പറ്റില്ലോ എന്ന് അറിയില്ല, എന്തായാലും നോക്കാം. ഇവിടെ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് കണ്ടേരോ, മാള് വാങ്ങാനുള്ള പ്ലാൻ. അത് കുറെ ഉണ്ട്. ഹൈദരാബാദിന്റെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്ന ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ഏതാ മോളത്? ചാർമിനാറാ? ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. എല്ലാം 100 റുപ്പീസ് ആന്ന് പറയുന്നത്. ഈ ഹെവി ക്രൗഡിന് നടുവിലാണ് ഞാനിപ്പോ ഉള്ളത്, ചാർമിനാറിന്റെ തൊട്ട് മുന്നിൽ. ക്യാമറമാൻ നല്ല ഉണ്ടടാ, ലുക്ക് ഉണ്ടല്ലേ. അപ്പൊ കൊറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഈ മിലൻ ജ്യൂസ് സെന്ററിന്ന് ഷെദൂദ് മലായി കഴിക്കണം. അപ്പൊ നമ്മൾ അത് കഴിക്കാൻ വേണ്ടിട്ടാണ് പോകുന്നത്. എങ്ങനെ ഉണ്ടാവും അറിയില്ല, ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. സാധനം വാങ്ങാൻ ഞാൻ എടുത്തിട്ടുണ്ട്. 2 ഐറ്റം നമ്മൾ എടുത്തിട്ടില്ല, ഷദൂദും ലിച്ചിയും. നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മൾ ഐറ്റംസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. എങ്ങനെ ഉണ്ട് നോക്കാം നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട്.
അപ്പൊ ഫേമസ് ആയിട്ടുള്ള ഷെഹദൂദ് മലായി ഫുൾ മൽബറി ആണ്. ടേസ്റ്റ് ചെയ്ത് ഇഷ്ടാവോ? ഒരു കേടിലെല്ലാം ഇത് മിക്സ് ചെയ്തിട്ടുണ്ടാവില്ല. ആ മറ്റേ ആ യോഗട്ട് അതന്നെ മലായി അതന്നെയല്ലേ. പർപ്പിൾ കളർ മൽബറി നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ചാർമിനാറിന്റെ തൊട്ടടുത്തുള്ള അടുത്ത സ്ഥലത്ത് നമ്മൾ വന്ന്. ഇതാണ് മക്ക മസ്ജിദ് എന്ന് പറയുന്നത്. നിറയെ ക്രൗഡഡ് ആണ്. അപ്പൊ ഇതിന്റെ അകത്ത് വരുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ദുപ്പട്ടിയൊന്നും ഇല്ലാതെ ഗേൾസിനോ ലേഡീസിനോ ഒന്നും കയറ്റൂല. ജെന്റ്സിന്റെ അതുപോലെ ഇവിടെ കണ്ടിട്ടുണ്ട്. അതായത് ബനിയൻസ് ഒക്കെ ടീഷർട്ട് ഒന്നും പറ്റില്ല. പക്ഷെ നമ്മളിപ്പോ ടീഷർട്ട് അടിച്ച് വന്ന ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഗേൾസിനെ കയറ്റില്ല. നമ്മളെ വൈഫിനൊന്നും കയറ്റിയില്ല. മാളുമൊക്കെ പുറത്ത് വെക്കേണ്ടി വന്ന് ദുപ്പട്ടയില്ല എന്ന് പറഞ്ഞിട്ട്. ഇവിടെയുള്ള സ്ട്രീറ്റിലൂടെ നമ്മളിങ്ങനെ നടക്കുന്നതാണ്. ഫുൾ ക്രൗഡഡ് ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് കച്ചവടമാണ്. കച്ചവടക്കാരാണ് കംപ്ലീറ്റ്. എവിടെയോ വള കിട്ടുന്നുണ്ട്. മാള് വള നോക്കുന്ന തിരക്കിലാണ്. സിൽവർ കളറിലെന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാണ് ലാഡ് ബസാറിന്റെ ഓപ്പോസിറ്റ് അല്ല, എൻട്രി പോയിന്റ് ആണ് ലാഡ് ബസാർ. അതായത് ചാർമിനാറിന്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് ഈ റോഡ് വരുന്നത്. ഇതാണ് ലാഡ് ബസാർ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ പല വീഡിയോയിലും കണ്ട ആ വള ഉണ്ടാക്കുന്നത് നമ്മളെ കണ്ടു. ഇതാണ് ലാഡ് ബസാർ അല്ലേ. ഇതിലുള്ള ഡിസൈൻ നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഡിസൈൻ ഇവര് നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കി തരും അന്നേരം തന്നെ. ഒരു സെറ്റ് ഡിസൈൻ ഇവരെ കൈമേലുണ്ട്. ഇഷ്ടമുള്ള ഡിസൈൻ അവരാക്കി തരും. ഈ ലാഡ് ബസാറുകൾ എങ്ങോട്ട് നോക്കിയാലും കംപ്ലീറ്റ് വളയന്റെ ഷോപ്സ് ആണ്. കംപ്ലീറ്റ് എല്ലാ രണ്ട് ഭാഗത്തും വളയന്റെ ഷോപ്സ് ആണ്. പിന്നെ പോരാതെ നമ്മൾ വീഡിയോയിലൊക്കെ കാണുന്ന പോലത്തെ, ഞാൻ നേരത്തെ കാണിച്ച പോലത്തെ നമുക്ക് അവര് പറയുന്ന ഡിസൈനിൽ അവർ ഉണ്ടാക്കി തരുന്ന വളകളുമാണ് ഇവിടെ കംപ്ലീറ്റ് ഉള്ളത്. ഈ സ്ഥലത്തേക്ക് കുറച്ച് ക്രൗഡ് കുറവുണ്ടല്ലേ. ഇവിടെ ഇപ്പൊ ഈ സമയമായിട്ടാന്നൊന്നും അറിയില്ല. നമ്മളിപ്പോ ഏകദേശം കുറച്ച് 8 മണിയാവാനായി. ചാർമിനാറിന്റെ സൈഡിൽ ഭയങ്കര ക്രൗഡാണ്. ഇവിടെ കുറച്ച് കുറവുണ്ട്. പക്ഷെ വളക്ക് വേണ്ടി ആൾക്കാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വാ വാ, നമ്മള് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വരെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പോഴത്തേക്ക് ഇവര് വിളിക്കും, വാ 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 വള വള, അതാ നോക്ക് നോക്ക്, അകത്ത് കയറിക്കോന്ന് നോക്കിക്കോന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇന്നത്തെ യാത്ര കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് പോകുന്നത്.